ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന ദൈവം നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകളെ കേൾക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിൻ്റെ അകത്ത് നമ്മൾ കണ്ടതായിരിക്കുന്ന കാര്യം 20 വർഷങ്ങൾക്ക് ശേഷം ലാബാൻ്റെ അടിമത്തത്തിൽ നിന്നും യാക്കോബ് മടങ്ങി വരുന്നതായിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പിന്നാലെ ലാബാൻ തന്നെ പിന്തുടരുകയും എന്നാൽ ലാബാനോട് ദൈവം ഇടപെട്ട് യാക്കോബിൻ്റെ മേൽ ഒന്നും ദോഷമോ ഗുണമോ ചെയ്യരുതെന്ന് കൽപ്പിക്കുകയും പിന്നീട് ലാബാനും യാക്കോബും തമ്മിൽ ഒരു ഉടമ്പടിയൊക്കെ ചെയ്ത് ഒരു കല്ല് എടുത്ത് തൂണാക്കി നിർത്തി. ആ ചരിത്രമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതിനുശേഷം യാക്കോബ് തൻ്റെ വഴിക്ക് പോയി എന്നും ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ്റെ എതിരെ വന്നുവെന്നും പറഞ്ഞാണ് ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം അവിടെ തുടങ്ങുന്നത്. അപ്പോൾ യാക്കോബ് ദൈവത്തിൻ്റെ സേനയെ കണ്ടു, ദൈവത്തിൻ്റെ ദൂതന്മാരെ കണ്ടു. ഇത് ദൈവത്തിൻ്റെ സേന എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് മഹനീം എന്ന് പേർ ഇട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം അവിടെ പറയുന്നതായിരിക്കുന്ന കാര്യം, യാക്കോബ് ഏദോം നാടായ സേയീർ ദേശത്ത് തൻ്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അപ്പോൾ യാക്കോബ് തൻ്റെ ദേശത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. ദൈവം പറഞ്ഞു, ഇത്രയും നാളുകൾക്ക് ശേഷം ഇനി മടങ്ങിപ്പോകുവാൻ ദൈവത്തിൻ്റെ ആലോചന കിട്ടി. അങ്ങനെ മടങ്ങിപ്പോകുന്ന യാക്കോബ് മറു സൈഡിലറിയാം തന്നെ കൊല്ലുവാൻ നോക്കിയിരിക്കുന്ന ജ്യേഷ്ഠനുണ്ട് ഏശാവ്. അപ്പോൾ ആ ഏശാവിൻ്റെ അടുക്കിലേക്ക് തൻ്റെ ദൂതന്മാരെ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് ആ ദൂതന്മാരോട് പറയുകയാണ്, എൻ്റെ യജമാനനായ ഏശാവിനോട് ഇങ്ങനെ പറയുവിൻ, ഞാൻ ഇത്രയും നാളുമൊക്കെ ലാബാൻ്റെ അടുക്കൽ പരദേശിയായി അവിടെ താമസിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ വളരെ സമ്പത്തുള്ളവനായിട്ട് മാറിയിരിക്കുന്നു. എനിക്ക് കാളയും കഴുതയും ആടും ദാസീദാസന്മാരും എല്ലാം ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് ദൂതന്മാരെ അയച്ചു. അപ്പോൾ ദൂതന്മാർ മടങ്ങി വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അവൻ 400 ആളുകളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. ഏശാവ് 400 ആളുകളെ കൂട്ടിക്കൊണ്ട് യാക്കോബിനെ എതിരേൽക്കാനായിട്ട് വരുന്നെന്നുള്ളതായിരിക്കുന്ന വർത്തമാനം ദൂതന്മാർ പറയുന്ന സമയത്ത് യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു പോയി എന്ന്, ഭ്രമിച്ചു ഭയവശനായി എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. കാര്യം തൻ്റെ ഉള്ളത്തിൽ തൻ്റെ ജീവനെ വെല്ലുവിളിച്ചതായിരിക്കുന്ന, തൻ്റെ ജീവനെ കൊന്നുകളയുമെന്ന് പറഞ്ഞതായിരിക്കുന്ന ജ്യേഷ്ഠൻ്റെ വാക്കുകൾ ഇപ്പോഴും തൻ്റെ ചെവികളിലുണ്ട്. അല്ലെ, തൻ്റെ ജ്യേഷ്ഠ അവകാശം യാക്കോബ് അപഹരിച്ചു കൊണ്ടാണ് അവിടെ നിന്ന് കടന്നു പോകുന്നത്. നമുക്ക് പശ്ചാത്തലം നന്നായിട്ടറിയാം. ഇതിൻ്റെ ആ ഒരു ഭയം തൻ്റെ ഉള്ളത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ടുണ്ടായതായിരിക്കുന്ന ഒരു സമാധാനക്കേട്, അത് മുഖാന്തരം തൻ്റെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന ഓരോ കുറവുകളും ആ ഓരോ വിഷയങ്ങളും അതിനോട് അനുബന്ധിച്ച് വന്നതെല്ലാം തൻ്റെ ഉള്ളത്തിൽ ഒരു വിഷമമായിട്ട് യാക്കോബിൻ്റെ ജീവിതത്തിനകത്ത് അത് കിടക്കുന്നുണ്ട്. താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, യാക്കോബ് എപ്പോഴും വളരെ ബുദ്ധിപൂർവമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെയും നമുക്ക് കാണാൻ പറ്റും 2 കൂട്ടമായിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളെയും ഒക്കെ 2 കൂട്ടമായിട്ട് അവിടെ വിഭജിച്ച് നിർത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഏശാവ് ഒരു കൂട്ടത്തിൻ്റെ നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റു കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞാണ് യാക്കോബ് ബുദ്ധിപൂർവമായിരിക്കുന്ന ഈ നീക്കങ്ങളെ ചെയ്യുന്നത്. ഇങ്ങനെ 2 കൂട്ടമായിട്ട് നിർത്തി. അത് കഴിഞ്ഞിട്ട് യാക്കോബ് സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവത്തോട് ഒരു പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായിരിക്കുന്ന കർത്താവേ, ദൈവമേ, എനിക്ക് എന്നോട് നന്മ ചെയ്യുമെന്ന് അരുളി ചെയ്ത ദൈവമേ. എന്നിട്ട് ദൈവത്തോട് പറയുക, ഞാൻ ഒരു വടി കൊണ്ട് മാത്രമാണ് ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഒരു വടി കൊണ്ട് മാത്രമായി വന്നിട്ട് ഇത്രത്തോളം ദൈവം എന്നെ കൊണ്ടുവന്നല്ലോ, 2 കൂട്ടമായി എന്നെ തീർത്തല്ലോ എന്ന് പറഞ്ഞ് അവിടെ ദൈവത്തിന് സ്തോത്രം പറയുക. എന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം എനിക്കുണ്ട് അല്ലേ. ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇതാ, ഞാനൊരു വടിയോടുകൂടെ മാത്രം യോർദാൻ കടന്നു വന്നു, ഇപ്പോൾ എൻ്റെ പക്കൽ ധാരാളമുണ്ട്. 20 വർഷം കൊണ്ട് അവിടെ പറയുന്നുണ്ട് ഞാൻ മഹാസമ്പന്നനായി തീർന്നെന്നൊക്കെ. യാക്കോബ് ഒത്തിരി ധനവാനായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ പറയുകയാണ്, എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോട് കൂടെ തള്ളയെയും
നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അല്ലെ, തൻ്റെ ജീവിതത്തിൽ ഒരു ഭയം കയറി തന്നെ പിടിച്ചിരിക്കുക. ഒരു മരണഭയം തൻ്റെ ജീവിതത്തിനകത്തുണ്ട്. തൻ്റെ മക്കളെയും തൻ്റെ ഭാര്യമാരെയും എല്ലാം കൊന്നുകളയുമായിരിക്കാം. ഒരു പക്ഷേ സകലത്തെയും തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയുമായിരിക്കാം എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ ഭയം യാക്കോബിൻ്റെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന സമയത്ത് അവിടെ ദൈവത്തോട് യാക്കോബ് പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയുക, കടൽക്കരയിലെ മണൽ പോലെ ആകുമെന്ന് ദൈവമേ അങ്ങല്ലേ അരുളി ചെയ്തത്. ഈ സമയത്ത് എനിക്കൊരു മരണഭീതിയുണ്ട്. ഞാൻ നശിച്ചു പോകും, എന്നെ നശിപ്പിച്ച് കളയുമെന്നുള്ളതായിരിക്കുന്ന ഒരു ഭീതിയുണ്ട്. പക്ഷേ ഒരു വാഗ്ദത്തം താൻ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഒന്ന് നോക്കിക്കൊള്ളണം. യാക്കോബ് ഈ ഒരു സാഹചര്യത്തിൻ്റെ അകത്തായപ്പോൾ തൻ്റെ മുമ്പിലിരിക്കുന്ന വാഗ്ദത്തത്തെ താൻ ദൈവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രാർത്ഥിക്കുക. അതിനുശേഷം അവിടെ താഴേക്ക് ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഏശാവിന് സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ തൻ്റെ കയ്യിലുണ്ടായിരുന്നതായിരിക്കുന്ന കോലാട്ടുകൊറ്റന്മാർ, ചെമ്മരിയാട്, ഇങ്ങനെ ഒട്ടകങ്ങൾ, പശു, കാള, പെൺകഴുതകൾ, കഴുതക്കുട്ടികൾ, ഇങ്ങനെ എല്ലാത്തിനെയുമൊക്കെ വേർതിരിച്ച് ഏശാവിന് സമ്മാനം കൊടുക്കുവാനായിട്ട് താൻ വേർതിരിച്ച് അവിടെ നിർത്തി. എന്നിട്ട് താൻ ചെയ്തതായിരിക്കുന്ന അടുത്ത കാര്യമെന്ന് പറയുന്നത്, തൻ്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകമായിട്ട് ഏൽപ്പിക്കുക. എന്നിട്ട് പറയുക, ഒന്നാമത് ഒരു ബാച്ച് പോകണം. അപ്പോൾ ആ ഒന്നാമത് പോകുന്നവരോട് പറയുകയാണ്. അപ്പോൾ ഏശാവ് ചോദിക്കും, ഒന്നാമത്തെ ഗ്രൂപ്പ് അവരെ കണ്ടു കഴിയുമ്പോൾ ചോദിക്കും, ഇതെന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയണം, നിൻ്റെ അടിയൻ യാക്കോബിൻ്റെ വക ആകുന്നു ഇതെല്ലാം. ഇത് യജമാനനായ ഏശാവിന് അയച്ചിരിക്കുന്ന സമ്മാനം, അതാ അവനും പിന്നാലെ വരുന്നു എന്ന് പറയണം എന്ന് കൽപ്പിച്ചു. അപ്പോൾ മുമ്പേ ഏശാവിന് സമ്മാനമായി ഒരു ബാച്ച് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ രണ്ടാമതും മൂന്നാമതും പോകുന്ന കൂട്ടത്തെ നടത്തിക്കൊണ്ട് പോകുന്ന അടുത്ത ബാച്ചസ് ഉണ്ട്. അപ്പോൾ അവരും ഏശാവിനെ കാണുമ്പോൾ ഇതുപോലെ പറയണം, ഈ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ചോ, പുറകെ ഇതാ നിൻ്റെ അടിയൻ യാക്കോബ് ഇതാ പുറകെ വരുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരുപക്ഷെ ഏശാവിന് കരുണ തോന്നുമായിരിക്കും, ദയ തോന്നുമായിരിക്കും എന്ന് പറഞ്ഞാണ് യാക്കോബ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് യാക്കോബ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാത്രിയിൽ എഴുന്നേറ്റ് തൻ്റെ 2 ഭാര്യമാരെയും, ആദ്യം മുന്നവേ 1, 2, 3 എന്നുള്ള ഗ്രൂപ്പുകളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ അല്ലെങ്കിൽ അടുത്ത ഒരു ലെവലിൽ ചെയ്യുന്നതായിരിക്കുന്ന കാര്യം, തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ ആറ്റിനക്കരെ കടത്തി. ആറ്റിനക്കരെ തൻ്റെ ഭാര്യമാരെയും മക്കളെയും 11 മക്കളെയും കടത്തിയതിന് ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു എന്ന് വചനം പറയുന്നു. ഇന്നത്തെ വചനത്തിൻ്റെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പ്രധാന ഭാഗം എന്ന് പറയുന്നത്, യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. എപ്പോഴാണ് ആ പുരുഷൻ മല്ല് പിടിക്കുന്നത്? അല്ലേ, അവൻ തനിയെ ശേഷിച്ചതായിരിക്കുന്ന സമയത്ത്. പ്രിയമുള്ളവരെ, നമ്മളും ദൈവസന്നിധിയിൽ തനിയെ ഇരിക്കുന്നതായിരിക്കുന്ന ഒരു സമയം ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ തനിയെ ഇരുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചത്? നാളുകളായിട്ട് ഉപായിയായിരുന്ന യാക്കോബ്, അല്ലെ, ചതിച്ച് താൻ നേടിയെന്ന് നമ്മൾ പറയും. പക്ഷേ ഏശാവിന് തൻ്റെ ജ്യേഷ്ഠാവകാശത്തെക്കുറിച്ച് ഒരു ബോധ്യവുമില്ലായിരുന്നു എന്നുള്ളത് മറുസൈഡാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു മൂല്യത്തെക്കുറിച്ചും ആ ദൈവിക അനുഗ്രഹങ്ങളെക്കുറിച്ചും ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു ഈ യാക്കോബിന് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകുവാനായിട്ടിടയായി തീരരുത്. യാക്കോബ് ചതിയനായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എങ്കിലും അല്ലെ, ദൈവം അവനെ ഒത്തിരി സ്നേഹിച്ചു. താൻ ആ അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി വാല്യൂ ആ യാക്കോബ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏശാവിന് ഒരു പായസത്തിന് വേണ്ടി, ഒരു ചുവന്ന പായസം കിട്ടാൻ വേണ്ടി അത് വിറ്റ് കളയാൻ മാത്രമുള്ളതായിരിക്കുന്ന ഒരു ബോധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ യഥാർത്ഥ മൂല്യം ഈ യാക്കോബിന് നന്നായിട്ട് അറിയാമായിരുന്നു. അനുഗ്രഹങ്ങൾ എങ്ങനെ പേടിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് യാക്കോബെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ താൻ തനിയെ ശേഷിക്കുക. കാരണം ഇനി മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തനിക്ക് എന്താകും എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രതീക്ഷയും തൻ്റെ മുമ്പിൽ ഒന്നും അളന്നെടുക്കാൻ പറ്റുന്നില്ല. കാരണം തനിക്ക് സാഹചര്യങ്ങളെ നന്നായിട്ട് അറിയാം. പക്ഷേ അവിടെ അതിനകത്ത് തൻ്റേതായിരിക്കുന്ന ബുദ്ധി കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താൻ തനിയെ ശേഷിക്കുന്നതായിരിക്കുന്ന സമയത്താണ് അവിടെ ആ പുരുഷൻ ഉഷസാകുവോളം അവരോട് മല്ല് പിടിച്ചെന്ന് കടന്ന്. ഇപ്പോൾ രാത്രി മുഴുവൻ ഇവരെ യാബോക്ക് കടവ് കടത്തിയതിന്
അതിനുശേഷം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാത്രി മുഴുവൻ അവിടെ മല്ലുപിടുത്തം നടക്കുക അല്ലേ? എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സാധാരണ നമ്മുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ മനുഷ്യരോട് ഒത്തിരി മല്ലുപിടിക്കും അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ചില കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാനും ചില നിർബന്ധ ബുദ്ധികളൊക്കെ വെച്ചിട്ട് നമ്മൾ ചില മല്ലുപിടിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യരോടുള്ള ബന്ധത്തിലുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്രത്തോളമാണ് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് അല്ലേ? ദൈവസന്നിധിയിൽ ഇരുന്ന് അത് എന്തിനാണ് യാക്കോബ് പ്രാർത്ഥിച്ചത്? തൻ്റെ ജീവിതത്തിനകത്ത് ഇത്രയും ഭൗതിക നന്മകളെല്ലാം ഉള്ളതായിരിക്കുന്ന തനിക്ക് ഇനി ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല, തനിക്ക് ആ ഒരു വിഷയത്തിൻ്റെ അകത്ത് അല്ലേ, തൻ്റെ ജീവിതത്തിനകത്ത് വന്നതായിരിക്കുന്ന ഒരു പരാജയം, ആ പരാജയത്തിനകത്ത് തനിക്കൊരു ജയം വേണം. തൻ്റെ ആത്മീയ വിഷയങ്ങൾക്കകത്തുള്ള ഒരു സമ്പന്നതയ്ക്ക് വേണ്ടിയിട്ടാണ് ആ യാക്കോബ് അവിടെ മല്ലുപിടിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ആ ഒരു മല്ല് പിടിക്കുന്നതായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് അല്ലെ, തികച്ചും അത് ആ ഒരു സമാധാനം തനിക്ക് കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു അവിടെ യാക്കോബ് മല്ല് പിടിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ബലാത്കാരികളാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത് അല്ലേ? ആ ബലാത്കാരേണ അല്ലെ സ്വർഗരാജ്യം അവകാശമാക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കിതൊക്കെ അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ റെഡിയാണ് എങ്കിൽ അല്ലേ, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആ ദൈവസാന്നിധ്യത്തിൻ്റെ അകത്ത് കയറി നിന്ന് നമ്മൾ ദൈവവുമായിട്ട് കൂടെ നിൽക്കുന്ന പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കുന്ന സമയത്ത് അല്ലേ, നമ്മൾ ആരും ഇമാജിൻ ചെയ്യാത്തൊരു ബ്ലെസ്സിങ് ആയിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ഇവൻ്റെ പേര് മാറ്റി ഇവൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ പേര് കൊടുത്ത് മാനിക്കുന്ന ഒരു ചരിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യാക്കോബ് ആ ഒരു ആത്മീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെന്ന് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് തനിക്കൊരു ക്ഷമ വേണം, തനിക്കൊരു സമാധാനം വേണം. അതിനെല്ലാം വേണ്ടിയിട്ടാണ് താൻ മല്ലുപിടിക്കുന്നതെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു 20 വർഷത്തിൻ്റെ ചരിത്രം തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടല്ലേ. താൻ ഈ പിന്നിട്ട ലാബാൻ്റെ അടുക്കൽ പോയതായിരിക്കുന്ന 20 വർഷം, അവിടെയുള്ളതായിരിക്കുന്ന ആ മനസ്സമാധാനക്കേടും അവിടെ ഉണ്ടായതായിരിക്കുന്ന പ്രയാസങ്ങളെല്ലാം ലാബാനോട് തന്നെ അല്പം ഈർഷ്യത്തോടു കൂടി തന്നെ യാക്കോബ് അവിടെ സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. തൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി ബ്ലെസ്സിങ് ഉണ്ട്, ഭൗതികമായിരിക്കുന്ന നന്മകളുണ്ട്. 2 കൂട്ടമായി താൻ തീർന്നിട്ടുണ്ട്. ഒരു വടി കൊണ്ട് വന്നതാണെങ്കിലും അവിടെ ഒത്തിരി ഭൗതിക നന്മകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു സമാധാനമില്ലാതെ കിടക്കുന്ന യാക്കോബിൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇത് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ആ ഒരു സമാധാനത്തിലേക്ക് കയറിയേ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ യാക്കോബ് റെഡിയായതായിരിക്കുന്ന സമയത്ത് വചനം പറയുന്നു, അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ ഹല്ലേലൂയ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആര്? ആ ദൈവത്തിൻ്റെ പുരുഷൻ. അങ്ങനെ ആ മല്ല് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി എന്ന് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഈ ഉളുക്ക് പറ്റിയിട്ടും യാക്കോബ് ആ ഒരു ബ്ലെസ്സിങ്ങിന് വേണ്ടി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നിട്ട് പറയുക, എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നല്ലോ എന്ന് ഈ പുരുഷൻ പറയുക. അപ്പോൾ പറയാം, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി കവണ്ട് വീണ് കിടക്കുന്ന ഒരു ഭക്തനെ ഹല്ലേലൂയ ദൈവം പോലും ഒന്ന് നോക്കിക്കോണം. അവിടെ കർത്താവിനെ ആ ജയിക്കുവാൻ തക്കവണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അർത്ഥം നമ്മൾ ആത്മീയ അർത്ഥം മനസ്സിലാക്കണം. അതുപോലെ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് കയറി നിന്ന് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അല്ലേ. നമ്മളങ്ങനെ കയറി നിന്ന് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവഹിതപ്രകാരമുള്ള വിഷയങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും തമ്പുരാൻ പ്രവർത്തിക്കും. അപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെ വിടത്തില്ല കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിൻ്റെ പേരെന്ത് ഇല്ലേ. നമ്മളോടും ദൈവം ചോദിക്കും, നിൻ്റെ അവസ്ഥ എന്താണ് നിൻ്റെ അവസ്ഥ അല്ലേ. യാക്കോബാണോ ഒരു ഉപായിയാണോ? ആ ഉപായം നിരൂപിക്കുന്നവനാണോ? ചതിച്ചവനാണോ? ക്ഷമിക്കാത്തവനാണോ? നിൻ്റെ ജീവിതത്തിലെ പോരായ്മ എന്താ? നാളുകളായിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കുന്നവനാണോ? സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവനാണോ? സ്വന്തം സഹോദരനോട് ചതിവ് കാട്ടിയവനാണോ? കുടുംബത്തെ വേണ്ടുന്നതുപോലെ പരിപാലിക്കാത്തവനാണോ? നിൻ്റെ ജീവിതത്തിലെ പ്രശ്നമെന്താ? നിൻ്റെ പേരെന്താ? അവിടെ ദൈവം ചോദിക്കുകയാണ്. അവൻ പറഞ്ഞു, യാക്കോബ്.
അല്ലേ? അവനവിടെ തൻ്റെ പേര് സമ്മതിക്കുക, തൻ്റെ ജീവിതം അവനവിടെ തുറന്നു വയ്ക്കുക. അപ്പോൾ ദൈവം പറയുകയാണ്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് ഇനി നിൻ്റെ പേർ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. എത്ര അനുഗ്രഹമായിട്ടാണ് നമ്മുടെ ദൈവം ആ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത് അല്ലേ? അവൻ്റെ ജീവിതത്തിലൊരു ഉളുക്കുണ്ടായി, പിന്നീടുള്ള കാലങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിനകത്ത് ആ ഉളുക്കുണ്ടായി. പക്ഷേ ഉളുക്ക് ഉണ്ടായി എങ്കിലും അല്ലേ, തൻ്റെ ജീവിതത്തിനകത്ത് പ്രിയമുള്ളവർ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം. തൻ്റെ ജീവിതത്തിനകത്ത് ആ ഉളുക്ക് വന്നപ്പോൾ ചില ആ ഒരു നടപ്പിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവിടെ തൻ്റെ പേര് മാറ്റി തൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു വലിയ ബ്ലെസ്സിങ് അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദൈവം അവനെ അവിടെ വെച്ച് അനുഗ്രഹിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ദൈവം അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന കർത്താവ് പറയുന്നത്. അല്ലാതെ അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം എന്നല്ല അല്ലേ? ദൈവം എപ്പോഴും അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവം പേര് മാറ്റിയൊക്കെ എടുത്തു എന്നുള്ളെങ്കിൽ സത്യമാണ്. പക്ഷേ ഈ യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെയും ദൈവം. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ ഉണ്ടായിരുന്നപ്പോഴും തന്നെ ഇസ്രായേലാക്കി മാറ്റിയെങ്കിലും ഹല്ലേലൂയ, ദൈവത്തിനറിയാം താൻ എങ്ങനെയുള്ളവനെ മാറ്റിയെടുത്ത്. നമുക്കും അറിയാം നമ്മുടെ ജീവിതത്തെ ദൈവം എങ്ങനെയാണ് മാറ്റിയെടുത്ത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും തികഞ്ഞ ദൈവസ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യാക്കോബ് ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ലെന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ ഇങ്ങനെ ദൈവത്തെ കാണുവാനൊരവസരം കിട്ടിയിട്ടുണ്ടോ? അല്ലേ? ഈ വചനം ഞാൻ വായിക്കുന്ന സമയത്ത് വ്യക്തിപരമായിരിക്കുന്ന എൻ്റെ ജീവിതത്തോടും പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. കാര്യം തനിയെ ശേഷിക്കുന്നതായിരിക്കുന്ന സമയം ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ആ ഒരു അവസ്ഥയിൽ യാക്കോബിനെ പോലെ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ചില വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാനെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ദിവസങ്ങളിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി ഈ വചനങ്ങളെ സമർപ്പിക്കുന്നു. കേൾക്കുന്ന ഓരോ ദൈവമക്കളെയും ദൈവം ശ്രേഷ്ഠമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.